വിവിധ സർക്കാർ ഓഫീസുകൾ, കോടതികൾ, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് വ്യാജ ബോംബ് ഭീഷണി സന്ദേശങ്ങൾ അയച്ച് രാജ്യത്തെ പലപ്പോഴും മുൾമുനയിൽ നിർത്തിയ പ്രതി ഒടുവിൽ പിടിയിൽ. മൈസൂരു വൃന്ദാവൻ ലേഔട്ടിൽ താമസിക്കുന്ന ശ്രീനിവാസാണ് വ്യാജ ബോംബ് ഭീഷണികൾ അത്രയും അയച്ചുകൊണ്ടിരുന്നത്. ദില്ലി പോലീസാണ് മൈസൂരുവിലെത്തി പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. നഗരത്തിലെ ഒരു വീട്ടിൽ ഒളിവിലിരുന്നു കൊണ്ടായിരുന്നു പ്രതി കുറ്റകൃത്യങ്ങൾ അത്രയും ആസൂത്രണം ചെയ്തിരുന്നത്. കഴിഞ്ഞ ഒരു മാസമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണ് തുടർച്ചയായി വ്യാജ ബോംബ് ഭീഷണികൾ ഉണ്ടായത്. മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സ്ഫോടന മുന്നറിയിപ്പ് നൽകി നിരവധി ഇമെയിലുകൾ അയക്കുകയായിരുന്നു. ഇത് വലിയ തോതിലുള്ള ആശങ്കയാണ് സൃഷ്ടിച്ചത്. വിപുലമായ സുരക്ഷാ പരിശോധനകളെല്ലാം തന്നെ ഈ സമയം നടത്തുകയും ചെയ്തു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടത്തിയ നിരീക്ഷണത്തിലാണ് സന്ദേശങ്ങളുടെ ഉറവിടം മൈസൂരിലാണെന്ന് ദില്ലി പോലീസ് കണ്ടെത്തിയത്. തുടർന്ന് മിന്നൽ പരിശോധനയാണ് നടന്നത്. പ്രതിയുടെ പക്കൽ നിന്നും നിർണായകമായ തെളിവുകൾ ലഭിച്ചതായാണ് സൂചന. എന്തിനു വേണ്ടിയാണ് ഇത്തരം വ്യാജ സന്ദേശങ്ങൾ അയച്ചിരുന്നതെന്ന് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതിയെ ദില്ലിയിലേക്ക് കൊണ്ടുപോകും. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ.